മദർ ഓഫ് ഓൾ ഡീൽസ്, ഇങ്ങനെയാണ് ഇന്ത്യയെ കൃത്യമായി യൂറോപ്യൻ യൂണിയൻ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇന്ത്യയെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് യൂറോപ്യൻ യൂണിയൻ വിശേഷിപ്പിച്ചത് എന്ന് നമ്മൾ ചർച്ചയ്ക്ക് പോലും എടുക്കേണ്ട ആവശ്യമില്ല. ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഇന്ത്യയുടെ മാർക്കറ്റ് എത്രയാണെന്നും ഇന്ത്യയുടെ മാർക്കറ്റ് വാല്യൂ എന്താണെന്നും. ഇപ്പോഴിതാ ഈ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ വിശേഷിപ്പിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഈ അടി ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ എന്ന് പറയുന്ന ഈ ഒരു അടി അത് ട്രംപിനാണോ ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രുരാജ്യമായ ചൈനയ്ക്കാണോ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കുമല്ല, ഈ അടി മർമ്മത്ത് കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശിനുമാണ് എന്നുള്ളതാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പാകിസ്ഥാനും ബംഗ്ലാദേശിനും തിരിച്ചടിയായേക്കും, അതും വമ്പൻ തിരിച്ചടിയായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതിയില്ലാതെയോ കുറഞ്ഞ നികുതിയോടെയോ യൂറോപ്യൻ വിപണിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നതോടെ പാകിസ്ഥാൻ ബംഗ്ലാദേശിന്റെ വ്യാപാര സാധ്യതകളാണ് തകിടം മറിയാൻ പോകുന്നത്. 18 വർഷത്തോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചരിത്രപരമായിട്ടുള്ള വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത്. കരാറിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള 99% ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ യൂറോപ്യൻ യൂണിയൻ അടുത്ത 7 വർഷത്തിനുള്ളിൽ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും. പകരമായി ഇന്ത്യ 97% യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെയും നികുതിയും കുറയ്ക്കുമെന്നുള്ളതാണ്. കരാർ മുഖേന യൂറോപ്യൻ വിപണിയിൽ ഇന്ത്യക്ക് വലിയ സ്വാധീനം ലഭിക്കുന്നതോടെ പാകിസ്ഥാന്റെ കയറ്റുമതി മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും. സ്വതവേ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന പാകിസ്ഥാന് കരാർ വലിയ ഇരുട്ടടിയാണ് നൽകാൻ പോകുന്നത്. പാകിസ്ഥാന്റെ രണ്ടാമത്തെ വലിയ കയറ്റുമതി വിപണിയാണ് യൂറോപ്യൻ യൂണിയൻ. പ്രതിവർഷം $9 ബില്യൺ, ഏകദേശം 8.25 ലക്ഷം കോടി രൂപ മൂല്യമുള്ള കയറ്റുമതിയാണ് ഇപ്പോൾ ഭീഷണിയിലായിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായിട്ടുള്ള ടെക്സ്റ്റൈൽ രംഗത്ത് ഏകദേശം 10 മില്യൺ തൊഴിലുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പാകിസ്ഥാൻ മുൻ വാണിജ്യമന്ത്രി ഡോക്ടർ ഗോഹർ ഇജാസ് മുന്നറിയിപ്പ് നൽകി. ഈ മേഖല ആകെ 1.5 മുതൽ 2.5 കോടി ജനങ്ങൾക്കാണ് അവിടെ തൊഴിൽ നൽകുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.